നമസ്കാരം. അവിട്ടം മീഡിയയുടെ ജ്യോതിഷ സഞ്ചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഇത് 12 കൂറുകാർക്കും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മേടം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് അശ്വതി, ഭരണി, കാർത്തിക കാൽ നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ 2024 വ്യാഴമാറ്റം വളരെ സൗഭാഗ്യകരമായ കാലമാണ് കൊണ്ടുവരുന്നത്. ഇവരുടെ വ്യാഴം ജന്മരാശിയിൽ നിന്നും 2ാം സ്ഥാനമായ ധനസ്ഥാനത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരാനുള്ള ഇടയുണ്ട്. ഇവരുടെ സാമ്പത്തിക സ്ഥിതി മുൻവർഷം വളരെ മോശമായിരുന്നു. എന്നാൽ ഈ വർഷം ധനസ്ഥാനത്തേക്ക് വരുന്ന വ്യാഴം ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് പഴയ കാര്യങ്ങൾ, അതായത് ഇവർ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കാര്യങ്ങളെല്ലാം ഇവർക്ക് നടത്താനുള്ള ഒരു സമയമായിരിക്കും ഈ 2024 വ്യാഴമാറ്റം കൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ കലാകാരന്മാർക്ക് വളരെയധികം സന്തോഷിക്കാവുന്ന, അതായത് വളരെയധികം നേട്ടങ്ങളും പ്രശംസകളും ഒക്കെ കൈവരിക്കാനുള്ള ഒരു വർഷമായിരിക്കും ഈ 2024 വ്യാഴമാറ്റം കൊണ്ട് വരുന്നത്. ഇനി ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് മുൻവർഷം വളരെ ദോഷ സമയത്തിലൂടെയാണ് ഇവരെല്ലാം കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്കും വളരെ നല്ലൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും വ്യാഴം ജന്മരാശിയിലേക്ക് മാറുകയാണ്. അതോടുകൂടി തന്നെ സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ നിന്നവർക്ക് നല്ല പുരോഗതി ഈ വർഷം വന്നു ചേരുന്നതായിരിക്കും. കൂടാതെ രോഗാവസ്ഥയിൽ കഴിയുന്നവർക്കാകട്ടെ രോഗത്തിന് ഒരു നിവൃത്തി ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ് ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷം നേരിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം നല്ലൊരു പുരോഗതി ഈ 2024 വ്യാഴമാറ്റം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന മകയിരം, തിരുവാതിര, പുണർദം ആദ്യ പകുതി ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധ ആവശ്യം വേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. വ്യാഴമാറ്റം ഇവർക്ക്, അതായത് ദുരിതസ്ഥാനമായ 12ലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റേതായ ഒരു ഗുണവും ഇവർക്ക് ലഭിക്കുന്നതല്ല. 12ാം ഭാവം വ്യാഴത്തിന് ദുരിതരാശിയാണ്. 12ൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികപരമായി വളരെയധികം നഷ്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. വരവിനേക്കാൾ കൂടുതൽ ചെലവായിരിക്കും ഇവർക്ക് കൈവന്നു ചേരുക. കൂടാതെ ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പണം കടം കൊടുത്തുകൊണ്ടുള്ള ഇടപാടുകളെല്ലാം വളരെയധികം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഈ നക്ഷത്രക്കാർക്ക് ശനിദോഷങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. എങ്കിലും 12ാം സ്ഥാനത്തേക്കുള്ള വ്യാഴമാറ്റം ഇവർക്ക് പൊതുവെ നല്ല ഗുണകരമല്ല. ഈ നക്ഷത്രക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. കാരണം ഇവർ നല്ലത് പറഞ്ഞാൽ കൂടി അത് പറഞ്ഞ വ്യക്തിയിലേക്ക് തന്നെ ദോഷമായി തന്നെ വന്നു ഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നക്ഷത്രക്കാർ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വിഷ്ണുവെങ്കിൽ ക്ഷേത്ര ദർശനം അതെന്തായാലും ചെയ്തിരിക്കണം. ക്ഷേത്രത്തിൽ ദർശിച്ച് നല്ലൊരു പോസിറ്റീവ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ വിഷ്ണുവിന് യഥാവിധി വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക. ഈ ഒരു വർഷക്കാലം ശരിക്ക് പ്രാർത്ഥനയും കൂടെ ആവശ്യമാണ്. കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന പുണർദം അവസാനം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ സന്തോഷപ്രദമായ ഒരു വർഷം തന്നെയാണ്. കാരണം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം സർവാഭിഷ്ട സ്ഥാനമായ 11ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ അവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുന്നതാണ്. ഒരു ലോട്ടറി എടുത്താൽ പോലും ആ സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും പണം ലഭിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ചോദിക്കേണ്ട ഒരു സമയമാണ്. ഈ സമയത്ത് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ജോലിയൊന്നും കിട്ടാതെ അലയുന്നവർക്ക് ഈ ഒരു വർഷം അത് ജോലിക്ക് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ജോലി നിങ്ങൾക്ക് കൈവന്ന് ചേരുന്നതാണ്. അതുപോലെ സാമ്പത്തികവും ഇവർക്ക് ധാരാളമായിട്ട് വന്നു ചേരുന്നതാണ്. ഏത് കാര്യങ്ങളിലും ഇറങ്ങിത്തിരിച്ചാലും ഇവർ നല്ല വിജയിച്ചാണ് തിരിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം അത് വളരെ അനുകൂല സമയമാണ്. നല്ലതുപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കുക. ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന മകം, പൂരം, ഉത്രം, ആദ്യം ഈ നക്ഷത്രക്കാർക്ക് 2024 വ്യാഴമാറ്റം വളരെ ഗുണവുമല്ല എന്നാൽ വളരെയധികം ദോഷവുമല്ല ഉണ്ടാവുക.
ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക. ഇവർക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ വ്യാഴം കർമ്മസ്ഥാനത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒരു 3 വട്ടമെങ്കിലും ഇവർ ചിന്തിക്കേണ്ടതാണ്. ഉദാഹരണമായി ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ആലോചിച്ചിട്ട് വേണം ഇറങ്ങിത്തിരിക്കാൻ. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സം വരാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടവും ഇവർക്ക് കൈവന്നു ചേരും. കർമ്മസ്ഥാനത്ത് വ്യാഴം വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും തൊഴിൽ മേഖലയിൽ തന്നെയാണ്. കാരണം മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് കാരണമാകും. കൂടാതെ ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ച പുരോഗതിയൊന്നും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം വളരെയധികം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് പോകുവാൻ.